ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ചർച്ചയാവുകയാണ് കാന്താര ചാപ്റ്റർ 1 ബന്ധപ്പെട്ട അപകട പരമ്പരകൾ. വളരെ ചെറിയ ബജറ്റിലെത്തി ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് കാന്താര. ചിത്രം വൻ വിജയമായതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ സീക്വലും പ്രീക്വലും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. അതിനാൽ തന്നെ പ്രഖ്യാപിച്ച നാൾ മുതലേ സിനിമ ആസ്വാദകരും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര. ആദ്യ ഭാഗത്തിന് ലഭിച്ച സ്വീകാര്യതയാണ് രണ്ടാം ഭാഗം എടുക്കാൻ അണിയറ പ്രവർത്തകരെയും പ്രേരിപ്പിച്ചത്. എന്നാൽ ചിത്രീകരണം തുടങ്ങിയ നാൾ മുതൽ ദുരന്തങ്ങളും വിവാദങ്ങളും വിട്ടൊഴിയാതെ പിന്തുടരുകയാണ് ചിത്രത്തെ. ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായ ബോട്ട് അപകടമായിരുന്നു ഇതിൽ ഏറ്റവും ഒടുവിലത്തേത്. സിനിമാ ചിത്രീകരണത്തിനിടെ വെല്ലുവിളികളും അപകടങ്ങളും ഉണ്ടാകുന്നത് പതിവാണ്. എന്നാൽ തുടരെ അപകടങ്ങളും അപകട മരണങ്ങളും കാന്താരയുടെ സെറ്റിൽ നടക്കുന്നത് ഏവരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടക്കുന്ന 5ാമത്തെ അശുഭ സംഭവമായാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോട്ട് മറിയൽ. ബോട്ടിലുണ്ടായിരുന്ന നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയും 30 അണിയറ പ്രവർത്തകരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവം ആവർത്തിക്കപ്പെട്ടതോടെ പല വിധത്തിലുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. തുളുനാട്ടിലെ ആചാരമായ പഞ്ചുരുളിയെയും ഗുളികനെയും ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തു വന്നത്. അതിനാൽ അപകട പരമ്പര തുടർന്നതും സിനിമയ്ക്ക് മേൽ ദൈവകോപമേറ്റു എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിരീക്ഷണം. കൂടാതെ 3 മരണങ്ങളും 2 അപകടങ്ങളും നൽകിയ ആഘാതത്തിൽ മുന്നോട്ട് പോകുന്ന ചിത്രത്തെ പറ്റി കാന്താരയുടെ ശാപം എന്ന പേരിൽ ചർച്ച സജീവമായി കഴിഞ്ഞു. മരംമുറി വിവാദത്തിൽ ആരംഭിച്ച പ്രശ്നങ്ങളാണ് ഇവയെല്ലാം. അപകട പരമ്പരയ്ക്ക് മുന്നേ തന്നെ കാന്താര ചാപ്റ്റർ 1 വിവാദങ്ങൾക്ക് തുടക്കമായിരുന്നു. കർണാടകത്തിലെ ഹെരേരു ഗ്രാമത്തോട് ചേർന്നുള്ള ഗവിഗുഡ കാട്ടിൽ സിനിമയുടെ ചിത്രീകരണം നടത്തുകയായിരുന്നു. സിനിമാ ചിത്രീകരണം കാരണം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പരിസരവാസികൾ പരാതിയുമായി രംഗത്തെത്തി. ഹെരേരു ഗ്രാമത്തിലെ ഗാവിഗുഡ എന്ന വനപ്രദേശത്താണ് കാന്താര ചാപ്റ്റർ 1 ചിത്രീകരണം ആരംഭിച്ചത്. വളരെ രഹസ്യമായി നടന്നിരുന്ന ചിത്രീകരണം പരിസ്ഥിതിക്ക് നാശം വരുത്തുന്ന തരത്തിലുള്ളതാണ് എന്ന പ്രശ്നം പ്രദേശവാസികൾ ഉന്നയിച്ചതോടെ സംഭവം വാർത്തയായി. അതിന്റെ പേരിൽ പ്രദേശവാസികൾ പ്രതിഷേധിക്കും നടത്തുകയും ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിലാണ് ക്രൂവിന് ചിത്രീകരണത്തിനുള്ള അനുമതി നൽകിയത്. എന്നാൽ വനത്തിനുള്ളിലാണ് ക്രൂ ചിത്രീകരണം നടത്തുന്നത് എന്ന ആരോപണവും കൂടാതെ ചിത്രത്തിനിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതും പ്രശ്നം വഷളാക്കി. ചിത്രീകരണം തുടങ്ങിയപ്പോൾ തന്നെ വിവാദമായെങ്കിലും അന്വേഷണത്തിൽ ക്രൂ പ്രശ്നങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് തെളിയുകയായിരുന്നു. 2024 ജനുവരിയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. വാഹനാപകടം ഒന്നിനു പുറകെ ഒന്നായി 3 മരണങ്ങൾ. അങ്ങനെ സെറ്റിനെ പിടിച്ചു കുലുക്കിയ അസ്വാഭാവികത. 2025 മെയ് മാസത്തിലാണ് കാന്താര ചാപ്റ്റർ 1 തേടി വീണ്ടും പ്രശ്നങ്ങളുടെ തുടക്കം. മെയ് 6 കാന്താരയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായ വൈക്കം സ്വദേശിയായ 32-കാരൻ PF കപിലിന്റെ മുങ്ങിമരണം. മലയാളിയായിരുന്ന കപിൽ ഉച്ചഭക്ഷണ സമയത്ത് നദിയിൽ ഇറങ്ങിയപ്പോഴാണ് സംഭവം നടക്കുന്നത്. തുടർന്ന് അന്ന് വൈകുന്നേരം അയാളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഷൂട്ടിങ്ങിന്റെ ഭാഗമായല്ല മരണം സംഭവിച്ചത് എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ അന്നത്തെ ഭാഷ്യം. സംഭവത്തിൽ കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കുറച്ചു ദിവസത്തേക്ക് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ചിരുന്നു. വെറും 5 ദിവസത്തിനപ്പുറം മെയ് 11 അടുത്ത ആഘാതം ഏൽക്കുന്നത്. കാന്താരയുടെ ഭാഗമായ കന്നഡ സിനിമയുടെ പ്രിയ കൊമേഡിയൻ രാകേഷ് പൂജാരി 34-ാം വയസ്സിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. സുഹൃത്തിന്റെ മെഹന്തി ചടങ്ങിൽ പങ്കെടുക്കവേ വെളുപ്പിന് 2 മണിയോടുകൂടി കുഴഞ്ഞു വീഴുന്ന രാകേഷിനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ചിത്രത്തിൽ അയാളുടെ ഭാഗങ്ങൾ രാകേഷ് പൂർത്തിയാക്കിയിരുന്നു എന്നാണ് അണിയറ പ്രവർത്തകർ ആ ഒരു സമയത്ത് പറഞ്ഞത്. എങ്കിലും സംഭവത്തെ തുടർന്ന് റിലീസ് വൈകും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി. 2025 ഒക്ടോബർ 2 ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപന സമയത്ത് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നത്. അതിൽ മാറ്റം ഉണ്ടാകില്ല എന്നും തീരുമാനിച്ചതുപോലെ തന്നെയാണ് ചിത്രീകരണം നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി. ഇവിടം കൊണ്ടും തീർന്നില്ല കാന്താരയിലെ പ്രശ്നങ്ങൾ. 1 മാസത്തിനപ്പുറം വീണ്ടും ഒരു മരണവാർത്ത സിനിമയെ തേടിയെത്തി. ജൂൺ 14 മലയാളിയായ മിമിക്രി താരം കലാഭവൻ നിജു 43 വയസ്സുകാരൻ ഹൃദയാഘാതം മൂലം മരിച്ചു. കാന്താരയുമായി ബന്ധപ്പെട്ട 2 മാസങ്ങൾക്കിടയിലെ 3ാമത്തെ മരണമായിരുന്നു ഇതെന്ന് ഓർക്കണം. ഇതിനു പുറമെ മറ്റ് ജീവഹാനി ഉണ്ടായില്ല എങ്കിലും മറ്റു ചില അനിഷ്ട സംഭവങ്ങളും ചിത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ടായി. 2024 നവംബറിൽ കർണാടകയിലെ കൊല്ലൂരിനടുത്തുള്ള ജിഡ്കാലിൽ വെച്ച കാന്താര സിനിമയിലേക്കുള്ള ജൂനിയർ ആർട്ടിസ്റ്റുമായി ഷൂട്ടിംഗ് കഴിഞ്ഞ് യാത്ര പുറപ്പെട്ട ബസ് അപകടത്തിൽപ്പെടുന്നു. ഡ്രൈവർക്ക് വണ്ടിയുടെ മേലുള്ള നിയന്ത്രണം വിടുകയും 6 പേരെ പരിക്കുകളോടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഷൂട്ടിംഗ് പ്രതിസന്ധിയും ഉണ്ടായി. അതേ മാസം തന്നെ നവംബറിൽ ഹൊസാൻ നഗരയിലെ പേമാരിയിൽ കാന്താര ചാപ്റ്റർ 1 സെറ്റ് തകർന്നു വീണിരുന്നു. കാന്താരയുമായി ബന്ധപ്പെട്ട അപകടങ്ങളുടെയും വിവാദങ്ങളുടെയും ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് സംവിധായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയും 30 അണിയറ പ്രവർത്തകരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ശിവമോഗ ജില്ലയിലെ മസ്തികേട്ട മേഖലയിൽ മണി ജലസംഭരണിയിൽ ചിത്രീകരണത്തിനിടെയായിരുന്നു
സംഭവം. മെലീനകൊപ്പ എന്ന പ്രദേശത്തിനടുത്തുള്ള ആഴം കുറഞ്ഞ ഭാഗത്തായിരുന്നു ബോട്ട് മറിഞ്ഞത്. ഭാഗ്യവശാൽ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ആഴം കുറവായതിനാലാണ് വൻ അത്യാഹിതം ഒഴിവായത്. ക്യാമറകളും മറ്റു ചിത്രീകരണ ഉപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോയി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇതുവരെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ടാണ് കാന്താര ചാപ്റ്റർ 1ന്റെ ഏറ്റവും പുതിയ പ്രതിസന്ധി. ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകി ഹൊസനഗര തഹസീൽദാർ. ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും ചിത്രീകരണത്തിനുള്ള അനുമതി രേഖകൾ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് തഹസീൽദാർ രശ്മി അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകിയത്. എന്നാൽ മറുപടിയൊന്നും ലഭിച്ചില്ല. ഇതോടെയാണ് 3 ദിവസത്തിനുള്ളിൽ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അപകട വിവരങ്ങളും സമർപ്പിക്കണമെന്ന് കാണിച്ച് തഹസീൽദാർ നോട്ടീസ് നൽകിയത്. മറുപടി നൽകാത്ത പക്ഷം സിനിമയുടെ തുടർ ഷൂട്ടിംഗിനുള്ള അനുമതി റദ്ദാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രകൃതിയെയും ദൈവിക ശക്തികളെയും ആരാധിച്ചു പോരുന്ന തുളുനാട്ടുകാരുടെ ആചാരത്തെ അടിസ്ഥാനമാക്കി കഥ പറയുന്ന കാന്താരയിൽ പ്രകൃതിയും ഒരു പ്രധാന കഥാപാത്രമാണ്. അതിനാൽ തന്നെ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഇത്തരം സിനിമകളിൽ അപകടങ്ങളും പുതുമയല്ല. പക്ഷേ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും സ്വാഭാവികം മാത്രമാണ്.